അഥവാ കുരിശുയുദ്ധം. ഓക്കെ, നമുക്ക് പറയുമ്പോൾ കുരിശുയുദ്ധം. ഓക്കെ, ക്രൂസേഡ്സ് എന്നുള്ള യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേര് പോലെ തന്നെ എങ്ങനെയാണ് ക്രൂസേഡ് അഥവാ കുരിശുയുദ്ധം സംഭവിച്ചത്, എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ യുദ്ധം, ആരൊക്കെയാണ് ആ യുദ്ധത്തിൽ പങ്കെടുത്തത്, ഇത്തരത്തിലുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠമാണ്. ഓക്കെ, സോ ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ആ യുദ്ധങ്ങൾ ആരുമായിട്ടാണ്, എന്തിനു വേണ്ടിയായിരുന്നു, അവസാനം അതിന്റെ റിസൾട്ട് എന്താണ്, എന്തൊക്കെയാണ് അതിന്റെ ഇമ്പാക്റ്റുകൾ, ഇതൊക്കെ നമ്മൾ പഠിക്കണം അല്ലെ. സോ ശ്രദ്ധിച്ച് കേൾക്കുക. ശ്രദ്ധിച്ച് കേട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം അഥവാ ക്രൂസേഡ്സ് എന്ന് പറഞ്ഞ ആ പോർഷൻ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് ലെസണിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ക്രൂസേഡ്സ്, കുരിശുയുദ്ധം എന്തിനു വേണ്ടിയിട്ടായിരുന്നു ക്രൂസേഡ്, അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അതായത് പലസ്തീനിലുള്ള ഒരു പോർഷൻ ആണ് ജെറുസലേം. ഓക്കെ, ഈ ജെറുസലേം എന്ന് പറഞ്ഞ ആ ഭൂമിക്ക് വേണ്ടിയിട്ടായിരുന്നു കുരിശുയുദ്ധം അഥവാ ക്രൂസേഡ് നടന്നത്. ഓക്കെ, അതായത് ജെറുസലേം അക്കോർഡിംഗ് ടു മുസ്ലിങ്ങൾക്ക് നോക്കും, അതായത് മുസ്ലിംസിനും ജൂസിനും അതേപോലെ തന്നെ ക്രിസ്ത്യൻസിനും എന്ത് വേണമായിരുന്നു, ജെറുസലേം വേണമായിരുന്നു. ഈ മൂന്ന് പേരുടെയും ഒരു ഹോളി ലാൻഡ് ആണ് എന്ത്, ജെറുസലേം എന്ന് പറയുന്നത്. അതായത് ക്രിസ്ത്യൻസിന് ജെറുസലേമിലാണ് ജീസസ് ജനിച്ചത്, അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻസിന്റെ ഹോളി പ്ലേസ് ആണ് എന്ത്, ജെറുസലേം. ജൂതന്മാരുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ എന്താണ്, അബ്രഹാം. ഓക്കെ, അബ്രഹാമിന് ദൈവം ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ഭൂമിയാണ് എന്ത്, ജെറുസലേം. എന്നാൽ മുസ്ലിംസിന്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ ഓക്കെ, അവരുടെ മുസ്ലിംസിന്റെ അതായത് മുഹമ്മദ് നബി, പ്രവാചകനായ മുഹമ്മദ്, അദ്ദേഹം സ്വർഗത്തിലോട്ട് പോയത് അവിടെ നിന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഈ മൂന്ന് കൂട്ടർക്കും ഏറ്റവും അവരുടെ ഒരു ഹോളി ലാൻഡ് ആണ്, പുണ്യപുരാതനമായ ഭൂമിയാണ് ജെറുസലേം. ഈ പലസ്തീനിലാണ് ജെറുസലേം ഉള്ളത്. ഓക്കെ, സോ ഈ ജെറുസലേമിന് വേണ്ടിയിട്ടായിരുന്നു ഈ കുരിശുയുദ്ധം നടന്നത്. ഈ മൂന്ന് ആൾക്കാരും, മുസ്ലിംസ്, ജൂസ് ആൻഡ് ക്രിസ്ത്യൻസ്, ഈ മൂന്ന് പേരും ക്രൂസേഡ്സിൽ എന്ത് ചെയ്തിരുന്നു, പങ്കെടുത്തിരുന്നു. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇനി ഈ ക്രൂസേഡ്സ് ഇപ്പൊ മനസ്സിലായോ എന്തിനു വേണ്ടിയിട്ടാണ് ക്രൂസേഡ് നടന്നത് എന്ന്. ഇനി ഈ ക്രൂസേഡ് തന്നെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്രൂസേഡ്, സെക്കൻഡ് ക്രൂസേഡ് ആൻഡ് തേർഡ് ക്രൂസേഡ്. ഈ മൂന്ന് ഭാഗങ്ങളിലും മൂന്ന് തരത്തിലാണ് യുദ്ധത്തിന്റെ പോക്ക് അഥവാ യുദ്ധം നീങ്ങിക്കൊണ്ടിരുന്നത്. ഓക്കെ, അത് ഓരോ ക്രൂസേഡിലും, ഫസ്റ്റ് ക്രൂസേഡിലായിക്കോട്ടെ, സെക്കൻഡിലായിക്കോട്ടെ, തേർഡിലായിക്കോട്ടെ, മൂന്നിലും മൂന്ന് തരത്തിലാണ് ഓരോരുത്തരും വിജയം കൈവരിച്ചിരുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ക്രൂസേഡില് എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, ജെറുസലേം. ഓക്കെ, ജെറുസലേം എന്ന് പറഞ്ഞ ഈ ഹോളി ലാൻഡ് 638 CE മുതൽ 638 CE മുതൽ ആരുടെ അണ്ടറിലായിരുന്നു, മുസ്ലിംസിന്റെ കൺട്രോളിലായിരുന്നു. ആരാണ് അത് പിടിച്ചെടുത്തത്, അതായത് ഉമർ എന്ന് പറഞ്ഞ ഒരു കാലിഫ്. ഓക്കെ, ഉമർ എന്ന് പറഞ്ഞ കാലിഫ് ആണ് ജെറുസലേമിനെ 638 CE ആരുടെ കൈക്കലാക്കിയത്, മുസ്ലിംസിന്റെ അണ്ടറിലാക്കിയത്. ഓക്കെ, സോ ഇത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് എന്തല്ല, കുരിശുയുദ്ധത്തിൽ പെട്ടതല്ല കേട്ടോ. അതായത് ക്രൂസേഡ്സ് ഇവിടെ നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് ഞാനിപ്പോ പറഞ്ഞത്. ഓക്കെ, കാലിഫ് ഉമർ കാലിഫിന്റെ അദ്ദേഹത്തിന്റെ അണ്ടറിലായിരുന്നു അഥവാ മുസ്ലിംസിന്റെ അണ്ടറിലായിരുന്നു ജെറുസലേം ഉണ്ടായിരുന്നത് ആ കാലഘട്ടം മുതൽ. എപ്പോ 638 CE മുതൽ. പക്ഷെ അന്ന് അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, മുസ്ലിംസിന്റെ കൺട്രോളിൽ ആയിരുന്നെങ്കിൽ പോലും
ക്രിസ്ത്യൻസിനും അതേപോലെ തന്നെ ജൂസിനും എന്തിനുള്ള അധികാരം കൊടുത്തിരുന്നു? ജെറുസലേമിക്ക് തീർത്ഥാടനത്തിന് വരാനും അതുപോലെ തന്നെ ഇവിടെ അതായത് ജെറുസലേം കാണാനും വിസിറ്റ് ചെയ്യാനും അതിനുള്ള അവകാശങ്ങളൊക്കെ ആർക്ക് കൊടുത്തിരുന്നു? ഈ ജൂസിനും ക്രിസ്ത്യൻസിനും കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരേപോലെ തന്നെ മുസ്ലിംസും ജൂസും അതേപോലെ ക്രിസ്ത്യൻസും സന്തോഷവാന്മാരായിരുന്നു. ഓക്കെ, മുസ്ലിംസിന്റെ അണ്ടറിലാണെങ്കിൽ പോലും ഇവർക്ക് മറ്റുള്ള റിലീജിയൻസിന് വരാനും പോകാനും ഓക്കെ ട്രേഡ് നടത്താനും അതിനുള്ള അവകാശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കാര്യങ്ങൾ മാറി മറിയുന്നത് എപ്പോഴാണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ, അതായത് ഒരുപാട് കാലഘട്ടത്തിന് ശേഷം ടർക്കിഷ് ട്രൂപ്പ് അവരുടെ അണ്ടറിലായി മാറി ഈ ജെറുസലേം. മനസ്സിലായല്ലോ? സോ ഈ തുർക്കിഷ് ട്രൂപ്പിന്റെ അണ്ടറിൽ ആയതോടുകൂടി തന്നെ ഇവരെന്ത് പറഞ്ഞു? ഈ തുർക്കിഷ് ട്രൂപ്പ് എന്ന് പറഞ്ഞ മുസ്ലിംസ് തന്നെയാണ്. ഓക്കെ, സോ അവരെന്ത് പറഞ്ഞു? ജൂസും ക്രിസ്ത്യൻസും ഇനി എന്ത് ചെയ്യണ്ട, ഇതുവരെ വന്നു പോയ പോലെ ഇനി വരാൻ പറ്റില്ല, ഞങ്ങൾ അതിന് എന്ത് ചെയ്തു? വിലക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ഇനി വരാനും പോകാനുള്ള അവകാശങ്ങളൊന്നും ഇല്ല, ഞങ്ങൾ അതിനെ അനുവദിക്കില്ല എന്ന് ഈ തുർക്കിഷ് ട്രൂപ്സ് എന്ത് ചെയ്തു? ഡിക്ലെയർ ചെയ്തു. അപ്പൊ അവർക്ക് വലിയ വിഷമായില്ലേ? അതുവരെയും ഇവരുടെ ഒരു ഹോളി ലാൻഡ് കൂടിയാണ് എന്നുള്ള തരത്തിൽ ഇവര് വന്നും പോയും കണ്ടു അങ്ങനെയൊക്കെ ഇരുന്ന് അതിനുള്ള അവകാശം ഇവർക്ക് ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഒരു ദിവസം അഥവാ പെട്ടെന്ന് ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം നിർത്തലാക്കിയപ്പോൾ ക്രിസ്ത്യൻസിനും ജൂസിനും കാര്യമായി തന്നെ എന്ത് പറ്റി? ക്ഷീണം സംഭവിച്ചിരുന്നു. പക്ഷേ അതെങ്ങനെയെങ്കിലും പിടിച്ചടക്കണം. പിന്നീടാണ് അതുവരെയും കൂൾ ആൻഡ് കാം ആയി നിന്ന അന്തരീക്ഷം പെട്ടെന്നാണ് യുദ്ധത്തിന്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറിയത്. ഇത്തരത്തിലൊരു വിലക്ക് അവർക്ക് ക്രിസ്ത്യൻസിനും ജൂസിനും നേരിടേണ്ടി വന്നതോടുകൂടി തന്നെ ക്രിസ്ത്യൻസ് എന്ത് തീരുമാനിച്ചു? എങ്ങനെയെങ്കിലും ഈ ജെറുസലേം യുദ്ധത്തിലൂടെ പിടിച്ചടക്കണം എന്ന് വിചാരിച്ചു. മനസ്സിലായോ? അത്തരത്തിലാണ് അങ്ങനെയാണ് ഫസ്റ്റ് ക്രൂസൈഡിന് വഴിയൊരുക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്രൂസൈഡിൽ അഥവാ 400 വർഷമായിട്ട് ജെറുസലേം ആരുടെ കൈക്കൽ തന്നെ ആയിരുന്നു? മുസ്ലിംസിന്റെ കൈക്കലിൽ തന്നെ ആയിരുന്നു. പിന്നെ ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇങ്ങനെ ഈ ഫസ്റ്റ് ക്രൂസൈഡില് പങ്കെടുത്ത ഫേമസ് ആയിട്ടുള്ള തലവന്മാര് ആരാണ് എന്ന് നോക്കുമ്പോൾ, അതായത് ലോവർ ലൊറൈന്റെ ഒരു പ്രധാനപ്പെട്ട അഥവാ ഒരു ഫേമസ് ആയ ഡ്യൂക്ക് അദ്ദേഹമാണ് ഗോഡ്ഫ്രേ. അദ്ദേഹത്തിന്റെ പേരാണ് ഗോഡ്ഫ്രേ. അതുപോലെ തന്നെ റെയ്മണ്ട് എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരി, മാത്രമല്ല നോർമാൻഡിയിലെ ഒരു ഡ്യൂക്കായ റോബർട്ട് എന്ന് പറഞ്ഞ അദ്ദേഹം, അതുപോലെ തന്നെ റോബർട്ട് രണ്ടാമൻ. ഓക്കെ, റോബർട്ട് രണ്ടാമൻ, ഇത്തരത്തിലുള്ള 4 പേരാണ് ആക്ച്വലി ഫസ്റ്റ് ക്രൂസൈഡിന് വഴിയൊരുക്കിയത്. ഓക്കെ, അവരാണ് ആദ്യമായി തന്നെ എന്ത് ചെയ്തത്? ക്രൂസൈഡ് യുദ്ധം തുടങ്ങാൻ പോവുകയാണ് എന്ന് അവരാണ് എന്ത് ചെയ്തത്? തുടക്കം കുറിച്ചത്. അതിനോടനുബന്ധിച്ച് ഇവരെന്ത് ചെയ്തു? ഒരുപാട് സ്ഥലങ്ങൾ ഇവരെന്ത് ചെയ്തു? പിടിച്ചടക്കി. മാത്രമല്ല സിറിയയിലുള്ള ഒരുപാട് ഭാഗങ്ങൾ കൂടി ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്തു? ഒരുപാട് പിടിച്ചടക്കാൻ ഇവർക്ക് സാധിച്ചു. മനസ്സിലായല്ലോ? അത്തരത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ തന്നെ ഈ തുർക്കിഷ് ട്രൂപ്സ് അഥവാ മുസ്ലിം ട്രൂപ്സിനെ എതിർത്തുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? അവസാനം അവരുടെ ഹോളി ലാൻഡ് ആയ ജെറുസലേം അവര് പിടിച്ചടക്കി. മനസ്സിലായല്ലോ? അവർക്കത് വലിയൊരു വിക്ടറി ആയി മാറിയിരുന്നു. മനസ്സിലായല്ലോ? അതോടുകൂടി തന്നെ എന്തായി? ക്രിസ്ത്യൻസിന് ജെറുസലേമിലേക്ക് വരാനും പോകാനും അങ്ങനെ അവരുടേതായ രീതികളൊക്കെ അവർക്ക് ചെയ്യാൻ എന്ത് ചെയ്തു? സാധിച്ചു. അങ്ങനെ ഫസ്റ്റ് ക്രൂസൈഡേഴ്സിന് വിജയകരമായി തന്നെ മാറി. അപ്പൊ മനസ്സിലായല്ലോ? ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ക്രൂസൈഡിൽ നടന്നത്. ഇനി നോക്കാം, ഇമ്മീഡിയറ്റ് ആയി തന്നെ ഫസ്റ്റ് ക്രൂസൈഡ് കഴിഞ്ഞതും ഇമ്മീഡിയറ്റ് ആയി പെട്ടെന്ന് തന്നെ സെക്കൻഡ് ക്രൂസൈഡ് ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഇവിടുന്ന് ആരംഭിക്കുകയാണ്. അതായത് മുസ്ലിം ട്രൂപ്സ് തിരിച്ചു പിടിക്കുകയാണ് അവരുടെ നാടിനെ. ഓക്കെ, അതായത് മുസ്ലിം ട്രൂപ്സ് തിരിച്ചങ്ങോട്ട് പിടിക്കുകയാണ്. അതായത് ആരാണ് ഇവിടെ മുസ്ലിം ട്രൂപ്സ്? തുർക്കിഷ് ആട്ടോ. ഓക്കെ, ഇവര് ഒരുപാട് യുദ്ധങ്ങളും എല്ലാം നടത്തി തന്നെ പതിയെ തന്നെ ഇവരെന്ത് ചെയ്യണം? അവരുടെ നാടിനെ അവർ തിരിച്ചു പിടിക്കുകയാണ്. മാത്രമല്ല ഈ സെക്കൻഡ് ക്രൂസൈഡ്സിൽ ഈ ക്രൂസൈഡേഴ്സിന് ഒരുപാട് നഷ്ടമാണ് സംഭവിച്ചത്. കാരണം ഈ മുസ്ലിം ട്രൂപ്സ് ഒരുപാട് സോൾജേഴ്സിനെ കൊന്നു കളഞ്ഞു. ഓക്കെ, ഒരുപാട് സോൾജേഴ്സ്, അതായത് ഈ ക്രൂസൈഡേഴ്സിന്റെ പക്കലുള്ള ഒരുപാട് സോൾജേഴ്സിനെ കൊന്നു കളയുകയും അങ്ങനെ ഒരുപാട് നഷ്ടമാണ് ക്രൂസൈഡേഴ്സിന് ഈ സെക്കൻഡ് ക്രൂസൈഡിൽ അനുഭവിക്കേണ്ടി വന്നത്.
മനസ്സിലായാലും ഒരുപാട് വലിയ വലിയ നഷ്ടങ്ങളാണ് ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഓക്കെ, സോ അങ്ങനെ ഈ മുസ്ലിം ട്രൂപ്സ് പിന്നീട് എന്ത് ചെയ്യുകയാണ്, ഈ ജെറുസലേം എന്ത് ചെയ്യുകയാണ്, ഒരിക്കൽ കൂടി ഇവർ തിരിച്ച് പിടിക്കുകയാണ്. മനസ്സിലായല്ലോ. പക്ഷേ ഇതിപ്പോ ഇങ്ങനെ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞ ക്രൂസൈഡേഴ്സ് വെറുതെ ഇരിക്കോ? ഇല്ല. അതായത് ഇവിടെ സെക്കൻഡ് ക്രൂസൈഡിൽ പങ്കെടുത്ത ലീഡേഴ്സ് ആരാന്ന് നോക്കിയാൽ ഫ്രാൻസിലെ ലൂയിസ് ഏഴാമനും അതേപോലെ തന്നെ ജർമ്മനിയിലെ കൊർണാഡ് മൂന്നാമനും. ഓക്കെ, ഈ രണ്ട് ലീഡേഴ്സ് ആണ് പിന്നീട് അങ്ങോട്ട് സെക്കൻഡ് ക്രൂസൈഡ്സ് നയിച്ച തലവന്മാർ. മനസ്സിലായല്ലോ. പക്ഷേ എന്നിരുന്നാലും സെക്കൻഡ് ക്രൂസൈഡ് എന്ന് പറയുന്നത് ഈ ക്രൂസൈഡേഴ്സിന് വലിയൊരു ഫെയിലർ ആയി മാറി. ഓക്കെ, ഇവരൊക്കെ ഈ തലവന്മാരൊക്കെ മുൻനിർത്തി യുദ്ധം ചെയ്തെങ്കിലും അവർക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ആ യുദ്ധത്തിൽ ജയിക്കാൻ പറ്റില്ല, സാധിച്ചില്ല. മാത്രമല്ല അവർക്ക് ജെറുസലേം പിന്നീട് തിരിച്ചെടുക്കാനും പറ്റിയില്ല. മുഴുവനായിട്ടും ജെറുസലേം എന്ത് തന്നെയായി മാറി, പഴയതുപോലെ തന്നെ മുസ്ലിം ട്രൂപ്സിന്റെ കൈകളിലേക്ക് തന്നെ ആയി മാറി. ഇത്രയും സംഭവമാണ് സെക്കൻഡ് ക്രൂസൈഡിൽ നടക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് ക്രൂസൈഡിൽ അഥവാ കുരിശുയുദ്ധം നടത്തിയ ഫേമസ് ആയിട്ടുള്ള അഥവാ തലവന്മാർ ആരാണെന്ന് പഠിക്കണം. അതേപോലെ തന്നെ സെക്കൻഡ് ക്രൂസൈഡ് നയിച്ചിരുന്ന രാജാക്കന്മാർ ആരാന്ന് പഠിക്കണം. ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നോക്കാം തേർഡ് ക്രൂസൈഡ്. ഓക്കെ, തേർഡ് ക്രൂസൈഡിന്റെ കാര്യം വരുമ്പോൾ ഹിസ്റ്ററിയിൽ തന്നെ അഥവാ ബ്രിട്ടൻ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ത്, തേർഡ് ക്രൂസൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് തേർഡ് ക്രൂസൈഡിലും ഫസ്റ്റ് ക്രൂസൈഡിന്റെ അത്ര ഇമ്പാക്ട് തേർഡ് ക്രൂസൈഡിൽ ഇല്ലെങ്കിൽ പോലും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി മാറി മറിഞ്ഞത് തേർഡ് ക്രൂസൈഡ് നടന്നതുകൊണ്ടാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. നിലവിൽ ഇപ്പോൾ സെക്കൻഡ് ക്രൂസൈഡോടുകൂടി ജെറുസലേം ആരുടെ തന്നെ സ്വന്തമായി, മുസ്ലിം ട്രൂപ്സിന്റെ തന്നെ സ്വന്തമായി മാറി അല്ലേ. പക്ഷെ തേർഡ് ക്രൂസൈഡ് ആയപ്പോഴേക്കും പിന്നീടും ഇവരെന്ത് ചെയ്യുകയാണ്, ഈ റിച്ചാർഡ് ഒന്നാമൻ, അതായത് അദ്ദേഹം ഇംഗ്ലണ്ടിന്റെ ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം മുൻനിർത്തി ഡയറക്റ്റ് ആയിട്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ്. അങ്ങനെ ആ തേർഡ് ക്രൂസൈഡ് ആ യുദ്ധത്തിൽ പങ്കെടുത്തതോടുകൂടി വീണ്ടും തന്നെ എന്ത് ചെയ്യുകയാണ്, ജെറുസലേം അദ്ദേഹം ക്രിസ്ത്യൻസിന്റെ കൈക്കലാക്കി മാറ്റിയിരിക്കുകയാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ എതിരെ, അതായത് റിച്ചാർഡ് ഒന്നാമൻ അദ്ദേഹത്തിന്റെ എതിരെ നിന്ന ആളാരാണ്, അതായത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ശത്രു ആരാണ് എന്ന് നോക്കുമ്പോൾ ഈജിപ്തിലെ ഒരു ഭരണാധികാരിയായ സലാഹുദ്ദീൻ അയ്യൂബ് അഥവാ സലാഹുദ്ദീൻ. സലാഹുദ്ദീൻ അയ്യൂബ് അദ്ദേഹത്തോടു കൂടിയായിരുന്നു, അദ്ദേഹത്തിന്റെ എതിരെയായിരുന്നു ആർക്ക് നേരിടേണ്ടി വരുന്നത്, റിച്ചാർഡ് ഒന്നാമന് നേരിടേണ്ടി വന്നത്. എന്നാൽ റിച്ചാർഡ് ഒന്നാമൻ മാത്രമല്ല കേട്ടോ ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തത്. ഇദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ ഫിലിപ്പ് അഗസ്റ്റസ്, ഫ്രാൻസിലെ ഫിലിപ്പ് അഗസ്റ്റസ് രണ്ടാമനും അതേപോലെ തന്നെ ഫെഡറിക് ബാർബറോസ, അദ്ദേഹം ജർമ്മനിയിലെ ഭരണാധികാരിയാണ്. ഇങ്ങനെ ഈ മൂന്ന് ലീഡേഴ്സ് ആണ് തേർഡ് ക്രൂസൈഡ് നയിച്ചത്. ആരുടെ എതിരെ, സലാഹുദ്ദീൻ അയ്യൂബ് അദ്ദേഹത്തിന്റെ എതിരെയാണ് ഈ തേർഡ് ക്രൂസൈഡ് നയിക്കപ്പെട്ടത്. പക്ഷെ എന്ത് ചെയ്തു, ഏറ്റവും വലിയ, അതായത് അദ്ദേഹം ഒരുപാട് രണ്ടുപേരും ഈ തേർഡ് ക്രൂസൈഡ് എന്ന് പറയുന്നത് കട്ടയ്ക്കായിരുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് അത്രയും ശക്തമായിരുന്നു. രണ്ട് കൂട്ടരും എന്ത് ചെയ്യാണ്, ഭയങ്കര ശക്തമാണ്. എന്നിരുന്നാൽ കൂടി സലാഹുദ്ദീൻ അയ്യൂബിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ജെറുസലേം എന്ത് ചെയ്യുകയാണ്, പതിയെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പോലും എന്ത് ചെയ്യുകയാണ്, ഇതെതിരെ ക്രൂസൈഡേഴ്സ് പതിയെ പിടിച്ചടക്കുകയാണ്. എന്നാൽ ഈ ക്രൂസൈഡ് എങ്ങനെയാണ് അവസാനിച്ചത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? അതായത് ഈ ക്രൂസൈഡ് അവസാനിച്ചത് ഒരു വ്യത്യസ്തമായ തരത്തിലാണ്. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ റിച്ചാർഡ് ഒന്നാമൻ എന്ത് ചെയ്തു, സലാഹുദ്ദീൻ അയ്യൂബുമായിട്ട് ഒരു ഉടമ്പടി അങ്ങോട്ട് വെച്ചു. ആ ഉടമ്പടി എന്താണെന്ന് നോക്കുമ്പോൾ മുസ്ലിം ട്രൂപ്സ് തന്നെ എന്ത് ചെയ്തോട്ടെ, ജെറുസലേം ഏറ്റെടുത്തോട്ടെ, അവരുടെ കൺട്രോൾ തന്നെ ആയിക്കോട്ടെ. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് ക്രിസ്ത്യൻസിനും പഴയതുപോലെ തന്നെ ക്രിസ്ത്യൻസിനും എന്ത് ചെയ്യണം, വന്ന് പിൽഗ്രിംസ് ആയിട്ടോ തീർത്ഥാടനത്തിന് ജെറുസലേമിലേക്ക് തീർത്ഥാടനത്തിന് വന്നു പോകാനും അതേപോലെ തന്നെ കച്ചവടം ചെയ്യാനുമുള്ള അവകാശം ക്രിസ്ത്യൻസിന് വേണം
എന്നതായിരുന്നു ഈ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, റിച്ചാർഡ് ഒന്നാമൻ അദ്ദേഹം മുൻപോട്ട് വെച്ച ഉടമ്പടിയിൽ ഇതായിരുന്നു അടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ സലാഹുദ്ദീൻ അയ്യൂബി ഈ ഉടമ്പടിയിൽ ഒപ്പിടുകയും പിന്നീട് അങ്ങോട്ട് ജെറുസലേമിന്റെ മുഴുവൻ കൺട്രോളും ആരുടെ കൈക്കലാക്കിയായി? പഴയതുപോലെ തന്നെ മുസ്ലിം ട്രൂപ്സിന്റെ കയ്യിൽ തന്നെയായി മാറി ജെറുസലേം. ഓക്കെ, പക്ഷെ എന്നിരുന്നാലും ഈ ഉടമ്പടിയിൽ പറഞ്ഞതുപോലെ തന്നെ ക്രിസ്ത്യൻസിന് വന്നു പോകാനും അതേപോലെ തന്നെ അവിടെ കച്ചവടം ചെയ്യാനുമുള്ള അവകാശം ഇന്നേ വരെ എന്തെങ്കിലും നിഷേധിച്ചിട്ടില്ല. അവർക്ക് വരാനും പോകാനും കച്ചവടം ചെയ്യാനുമുള്ള അവകാശം ഉണ്ട്. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ക്രൂസൈഡ് അഥവാ കുരിശുയുദ്ധം അവസാനിച്ചത്. മനസ്സിലായല്ലോ? ഈ ഫസ്റ്റ് ക്രൂസൈഡ് ആയിക്കോട്ടെ, സെക്കൻഡ് ആയിക്കോട്ടെ, തേർഡ് ആയിക്കോട്ടെ, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്രൂസൈഡേഴ്സിന് മുഴുവനും എന്താണ് നഷ്ടമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇനി നോക്കാൻ പോകുന്നത് ക്രൂസൈഡ്സ് അഥവാ കുരിശുയുദ്ധത്തിൽ ഉണ്ടായിരുന്ന റിസൾട്ട് എന്താണ് അഥവാ ഇമ്പാക്ട് എന്താണ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതായത് കുരിശുയുദ്ധത്തോടു കൂടി ക്രൂസൈഡേഴ്സിന് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതായത് ഒരുപാട് ആൾക്കാർ, ജനങ്ങൾ ഒരുപാട് എന്ത് ചെയ്തു? മരണപ്പെട്ടു. അതായത് 2 സെഞ്ചുറി, 2 നൂറ്റാണ്ടിന്റെ അടുത്ത ആൾക്കാർ എന്ത് ചെയ്തു? അങ്ങനെ മരിച്ചുകൊണ്ടിരുന്നു അല്ലെ? അതാണല്ലോ ഇവിടെ സംഭവിച്ചത്. 2 നൂറ്റാണ്ടുകളുടെ അടുത്ത ആൾക്കാർ മരണപ്പെട്ടു. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തു? മരിക്കുകയും അവർക്ക് അത് വലിയൊരു തിരിച്ചടിയായിട്ട് മാറി. മനസ്സിലായി? യുദ്ധത്തിൽ പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ മരിക്കുമല്ലോ. സോ അത്തരത്തിൽ പക്ഷെ അത് വലിയൊരു തോതിൽ വലിയ എമൗണ്ടിൽ തന്നെ മരണം നേരിടേണ്ടി വരികയാണ് ചെയ്തത്. ഓക്കെ, എന്നാൽ ഇവിടെ അതേപോലെ ഈ തേർഡ് ക്രൂസൈഡ് ആയപ്പോഴേക്കും ഈ തേർഡ് ക്രൂസൈഡിൽ ഒരുപാട് സർഫുകളൊക്കെ ആയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഒരുപാട് സർഫുകളും ഒരുപാട് സാധാരണക്കാരും എല്ലാവരും തന്നെ ഈ തേർഡ് ക്രൂസൈഡിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പെസൻസും എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരൊക്കെ എന്ത് ചെയ്തു പോയി? മരണപ്പെട്ടു പോയി. സോ ഇത്തരത്തിലുള്ള നഷ്ടങ്ങളാണ് ആർക്ക് സംഭവിച്ചത്? ഇവിടെ യൂറോപ്പില് വന്ന മാറ്റങ്ങൾ. യൂറോപ്പിൽ ഇതൊക്കെയാണ് നേരിടേണ്ടി വന്നത്. എന്നാൽ മറ്റൊരു തരത്തിൽ, അതായത് ഫ്യൂഡലിസം അല്ലെ? ഫ്യൂഡലിസം എന്താണെന്ന് അറിയാലോ? വില്യം ദി കോൺക്കറർ അല്ലെ? അദ്ദേഹം കൊണ്ടുവന്ന ഫ്യൂഡലിസത്തിന്റെ കുത്തനെയുള്ള തകർച്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. അതായത് ഒന്നുമില്ല, ക്രൂസൈഡ് യുദ്ധത്തിലാകുമ്പോൾ ഒരുപാട് സർഫുകളും പെസൻസും ഒക്കെ മരണപ്പെട്ടു പോയി. ഇവിടെ പണി ചെയ്യാൻ ആളില്ല അല്ലെ? സർഫുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അവര് പണിക്കാരാണ് അല്ലെ? സോ അവര് പണിക്കൊന്നും ആളെ കിട്ടാതായി. മാത്രമല്ല ഈ യുദ്ധത്തിന് ഒരുപാട് പൈസ ചെലവുള്ള പരിപാടിയല്ലേ? സോ ഈ ലോർഡ്സും ഈ നോബിൾമാനും ഒക്കെ അവരവരുടെ സ്ഥലങ്ങൾ വിൽക്കാൻ നിർബന്ധിതരായി. സോ സ്ഥലവും ഇല്ല, സ്ഥലത്ത് പണിയെടുക്കാൻ ആളെയും കിട്ടാനില്ല. സോ അങ്ങനെയുള്ള അവസ്ഥ വന്നപ്പോൾ ഫ്യൂഡലിസം കുത്തനെ തകർന്നു പോയി. മനസ്സിലായല്ലോ? ഇത്രയും ഇമ്പാക്റ്റുകളാണ് നമ്മുടെ ക്രൂസൈഡ്സ് യൂറോപ്പിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ. മനസ്സിലായോ? മോശമായിട്ടും നല്ല രീതിക്കും അങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണ് യൂറോപ്പിന് നേരിടേണ്ടി വന്നത്. സോ ഇത്രയേ ഉള്ളൂ ക്രൂസൈഡ്സ്. ഓക്കെ, ഇതേപോലെ തന്നെ ഈ ഒരു ലെസണിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് 100 years of war എന്ന് പറയുന്നത്. എന്താണ് 100 years of war? ആക്ച്വലി 100 years of war ആര് തമ്മിലായിരുന്നു? അതായത് ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന ഒരു കോൺഫ്ലിക്റ്റിനെയാണ് എന്ത് പറയുന്നത്? 100 years of war എന്ന് പറയുന്നത്. ഇത് 1337 മുതൽ 1453 വരെ അത്രയും കാലം നീണ്ടു നിന്നിരുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ്. ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ അത്രയും കാലഘട്ടം നീണ്ടു നിന്നിരുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ് എന്ത്? 100 years of war എന്ന് പറയുന്നത്. ഓക്കെ, സോ യഥാർത്ഥത്തിൽ ഇംഗ്ലണ്ടിലെ പ്രദേശങ്ങളിൽ, അതായത് ഇംഗ്ലീഷ് രാജാക്കന്മാരുടെ അവകാശവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ 100 years of war തുടക്കം കുറിക്കുന്നത്. അതേപോലെ തന്നെ ഫ്രഞ്ച് കിരീടത്തിന്റെ നിയമപരമായ അവകാശത്തെ തുടർന്നും ആ ഒരു വിഷയത്തെ തുടർന്നും ഉള്ള അതും ഒരു കാരണമാണ്. 100 years of war തുടങ്ങാനുള്ള അതും ഒരു കാരണമായി, അഥവാ അതും ഒരു പ്രധാന ഘടകമായിട്ട് മാറി. മനസ്സിലായല്ലോ? ഇതിനെ തുടർന്ന് തന്നെ ഇംഗ്ലണ്ടിന് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒരുപാട് ഇമ്പാക്റ്റുകൾ, അഥവാ ഒരുപാട് കാര്യങ്ങളാണ് ഇംഗ്ലണ്ടിന് നേരിടേണ്ടി വന്നത്. ഓക്കെ, പല രീതിക്കും, അതായത് സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ആയിട്ടും ഒരുപാട് കാര്യങ്ങളാണ് ഇംഗ്ലണ്ടിന് ഇതിനെ തുടർന്ന് നേരിടേണ്ടി വന്നത്. അത് ഏതൊക്കെയാ നോക്കാം. അതായത് ഒന്നാമത്തെ കാര്യം, അതില് മേജർ ഇമ്പാക്റ്റുകളിൽ ഒന്നാമതായി നിൽക്കുന്നത് എന്താണ്? അതായത് ഇംഗ്ലണ്ടും ഫ്രാൻസും ഒരു
100 years of വാറോട് കൂടി എ ജോയിന്റ് മൊണാർക്കി, ഇംഗ്ലണ്ടും ഫ്രാൻസും. ഓക്കെ, ഒരു ജോയിന്റ് മൊണാർക്കി ആയിട്ട് ഇനി മുതൽ പോകാം എന്ന് പറഞ്ഞ ആ ഒരു സ്വപ്നം തന്നെ ഇവിടെ എന്തായി മാറുകയാണ്? തകർന്നടിയുകയാണ്. മനസ്സിലായല്ലോ? അതേപോലെ തന്നെ ഇംഗ്ലണ്ട് ഒരുപാട് സഫർ ചെയ്തു. ഓക്കെ, കാരണം ഇതിനെ തുടർന്നാണ് പിന്നീടുള്ള സിവിൽ വാർസ് എല്ലാം തന്നെ ഇംഗ്ലണ്ടിലെ രൂപം കൊണ്ടത്. മനസ്സിലായോ? അപ്പൊ ഇതോടുകൂടി തന്നെ കാര്യമായ ക്ഷീണം തന്നെ ആർക്ക്? ഇംഗ്ലണ്ടിന് നേരിടേണ്ടി വന്നു. ഈ കാര്യങ്ങൾ മാത്രമല്ല, ഇത് മാത്രമല്ല, ട്രേഡ്, കച്ചവടത്തിലും കൂടി ഈ യുദ്ധത്തിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അതായത് പ്രധാനമായിട്ടും വൂൾ ആൻഡ് വൈൻ. ഓക്കെ, വൂളിലും അഥവാ വൈനിലും ഇത്തരത്തിലുള്ള കുറച്ച് ട്രേഡ് മാർക്കറ്റിംഗിന്റെ കച്ചവടം തന്നെ എന്തായി? അവിടെ തകർന്നടിഞ്ഞു. അതുവരെയും ഇംഗ്ലണ്ടിന് വൂളിന്റെ ആ ഒരു ഇൻഡസ്ട്രി അത് ഭയങ്കര പോപ്പുലർ ആയിരുന്നു, അഥവാ ഭയങ്കര ഡിമാൻഡ് ഉള്ള ഒരു സംഗതി ആയിരുന്നു. പക്ഷെ ഈ യുദ്ധത്തോടു കൂടി ആ തരത്തിലുള്ള കച്ചവടങ്ങൾ, ട്രേഡുകളൊക്കെ തന്നെ എന്തായി? അവിടെ പൊട്ടിപ്പൊളിഞ്ഞു. ഓക്കെ, സോ മനസ്സിലായല്ലോ? പക്ഷെ എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഡെവലപ്മെന്റ്സ് ഓഫ് വെപ്പൺ. അതായത് യുദ്ധത്തിന് ഒരുപാട് വെപ്പൺസ് ആവശ്യമുണ്ട് അല്ലെ? സോ അതൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നിർമ്മിതിയിൽ ആർക്ക് വിജയം കണ്ടെത്താൻ സാധിച്ചു? ഇംഗ്ലണ്ടിന് വിജയം കണ്ടെത്താൻ സാധിച്ചു. മനസ്സിലായല്ലോ? എന്നാൽ അതേപോലെ തന്നെ മറ്റൊരു കാരണമാണ് എന്ത്? ഫ്യൂഡലിസം. 100 years of വാറോട് കൂടി ഫ്യൂഡലിസം മുഴുവനായിട്ടും എന്തായി? തകർന്നടിഞ്ഞു. ആക്ച്വലി ക്രൂസൈഡ് യുദ്ധങ്ങളൊക്കെ, അതായത് കുരിശ് യുദ്ധമൊക്കെ ഫ്യൂഡലിസം തകരാൻ കാരണമായെങ്കിൽ പോലും 100 years of war വന്നതോടുകൂടി മുഴുവനായിട്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യാണ്? ഫ്യൂഡലിസം തകർന്നടിയുകയാണ്. ഓക്കെ, ഫ്യൂഡലിസം അതായത് ഒരുപാട് നഷ്ടങ്ങൾ ഇംഗ്ലണ്ടിന് വന്നല്ലോ അല്ലെ? ആളായിട്ടും അതുപോലെ തന്നെ പണമായിട്ടും എല്ലാം ചെലവാണല്ലോ. സോ അത്തരത്തിൽ ഫ്യൂഡലിസം കുത്തനെ തന്നെ എന്തായി? തകർന്നിടിഞ്ഞു പോയി. ഇതൊക്കെയാണ് 100 years of war, അതായത് ഇംഗ്ലണ്ടിൽ വന്ന ഇമ്പാക്റ്റുകൾ. ഓക്കെ, 100 years of വാറോട് കൂടി ഇംഗ്ലണ്ടിൽ വന്ന ഇമ്പാക്റ്റുകൾ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ. അതായത് ക്രൂസൈഡ്സും ക്രൂസൈഡ്സിന്റെ ഓരോ സെക്ഷൻസ് ഉണ്ട് അല്ലെ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അതൊക്കെ നിങ്ങൾ പഠിക്കുക. അതിന്റെ ഇമ്പാക്ട്സ് എന്താ പഠിക്കുക. അതുപോലെ തന്നെ 100 years of war, അതിന്റെ ഇമ്പാക്ട്സ്, ഇത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. ഇതിനുശേഷം നിങ്ങൾ SLM ഒന്ന്, അതായത് നിങ്ങളുടെ ലേണിംഗ് മെറ്റീരിയൽ ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക. അപ്പൊ കുറെ കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ നമുക്കിനി അടുത്തൊരു യൂണിറ്റിൽ കാണാം. അതുവരെയും ബൈ ആൻഡ് താങ്ക് യു.